ഇത് 2 ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയാണ് എടുത്തതെന്ന്. കുറച്ച് ടൈമിൻ്റെ പ്രശ്നവും ഫിസിക്കൽ ഇഷ്യൂസൊക്കെ കാരണം അങ്ങനെ അവിടെ ഇട്ടിരുന്നതാണ്. എന്തോ എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ സൗണ്ടിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. കാര്യമാക്കണ്ട. സ്കൂൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും മോളും പ്ലാൻ ചെയ്യും മണലടിക്ക് വരിക എന്നുള്ളത്. പിന്നെ ആ ദിവസം ആവാനുള്ള ഒരു കാത്തിരിപ്പാണ്. എനിക്ക് ഒരുണ്ടെങ്കിൽ കിട്ടുന്നത് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ വന്ന് എനിക്ക് കുറച്ചൊക്കെ കഴിഞ്ഞാൽ ബോറടിക്കും. പക്ഷേ മോളും കുട്ടികളും ഉണ്ടെങ്കിൽ ഇതൊരു സ്വർഗം പോലെയാണ്. ഞങ്ങളുടെ പ്രാവശ്യത്തെ കൂടലിന് വേറൊരു ഇൻറ്റൻഷൻ കൂടി ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ അത് ഞാൻ വരും വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ ആയിട്ടോ മോളുൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. ഇപ്പോൾ ഉമ്മയും വാപ്പയും പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ കുറച്ച് പർച്ചേസും ഉണ്ട് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അങ്ങനെ പോയതാണ്. ഞാൻ ചെന്നപ്പോൾ ബേബി അവൾക്ക് വാങ്ങിച്ച കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. എനിക്ക് കാണിച്ചു തരാൻ പെൻഡിങ് ഉള്ളതൊക്കെ ഞാൻ ചെന്നപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവളെ ഫസ്റ്റ് ചെയ്ത ജേണലാണ്. അപ്പോൾ അതിലവൾ എഴുതിയതൊക്കെ ഞാൻ വായിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബുക്കൊക്കെ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് ഉണ്ടല്ലോ 10ാം ക്ലാസ് വരെ എഴുതണേ. അതുകൾ ആ സീസൺ കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ കുഞ്ഞുമണി എനിക്ക് അങ്ങനത്തെ കുറേ കൊടുന്ന് വരും. എന്നിട്ട് ഞാൻ അതിലാണ് എൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതിയിരുന്നത്. അന്നും ഞാൻ എഴുതിയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഡയറി പോലെയും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എഴുതിയിരുന്നത് കൂടുതൽ വിഷമങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാ അല്ലാ എൻ്റെ ജേണലിൽ ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നല്ല കുറേ കാര്യങ്ങൾ എനിക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുക്കാം ഇൻഷാ അല്ലാ. മക്കളൊക്കെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. ഭയങ്കര സ്നേഹവും കണ്ട കുറച്ചതിന് അടി തുടങ്ങും, പിന്നെയും കുറച്ചതിന് ഭയങ്കര സ്നേഹവും, പിന്നെയും അടി തുടങ്ങും. അവരങ്ങനെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷുക്കും ബേബിക്കും 100 പ്ലാനിങ്സ് ആവും. നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ. ഞങ്ങളാണ് ഇതൊക്കെ കൊണ്ടുപോകേണ്ട ആൾക്കാർ. പക്ഷെ ഞങ്ങളോടൊന്നും പ്ലാൻ ചെയ്യൂല. ഒരൊറ്റക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പിന്നെ ഇവിടെയാണ് കയറി എനിക്ക് സൗകര്യമില്ല, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവുക ഭയങ്കര കരച്ചിലാവും. ഇതിലവരുടെ വീട്ടിലുണ്ടായ കൊക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മാക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. മോള് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. എന്തൊക്കെയോ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണയൊക്കെ പോയിട്ടാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ഞങ്ങളെത്തിയ പിന്നെ പറയണ്ടല്ലോ, കളിയും ചിരിയും വൈബും മാഷാ അല്ലാ.